ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ മീ ആൻഡ് മൈൻ ഫാമിലി. അപ്പോൾ ഞാനിന്നൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ റോസ് വാട്ടർ വെച്ചിട്ടാണ് കേട്ടോ, ടോണർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോണർ യൂസ് ചെയ്യുന്നത് നമ്മുടെ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ടോണർ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ ലാക്മേൻ്റെ ലൂമി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ മേക്കപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവസാനം നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു ഇന്നർ ഗ്ലോ കിട്ടുന്ന പോലെ എനിക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ലൂമി ക്രീം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഫേസിൽ. അതിന് ശേഷം നമ്മുടെ ബോഡിക്കൊക്കെ ഒന്ന് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വാസ്ലിൻ്റെ ഒരു ബോഡി ലോഷനാണ് കയ്യിലും അതുപോലെ കാലിലൊക്കെ തേച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സൺസ്ക്രീൻ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീന് ഇങ്ങനെ തേക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. സൺസ്ക്രീന് നമ്മൾ 2 ഫിംഗർ റൂളിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. ആവശ്യത്തിൽ കൂടുതൽ അപ്ലൈ ചെയ്യണം, എന്നാലാണ് നമുക്ക് സൺ പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം അപ്പോൾ ലിപ് ബാം തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാനിവിടെ നമ്മുടെ സ്വന്തം എനിക്കറിയില്ല കേട്ടോ ആരൊക്കെ ഇപ്പോഴും ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ ഇപ്പോഴും ഫെയർ ആൻഡ് ലവ്ലി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്കെന്താ പുട്ടിയടിച്ച ഫീല് വരും എന്നുള്ളൊരു തോന്നലാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഡോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസിൽ ഫുള്ള്, ഫേസ് മാത്രമല്ല നെക്കിലും തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഫേസ് വേറെ നെക്ക് വേറെ കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഫേസിൽ ഫുള്ള്. ഇനി നമുക്ക് നമ്മുടെ ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ ബ്ലഷിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വേറെ ബ്ലഷൊന്നുമില്ല, അതുകൊണ്ടാണ്. ലിപ്സ്റ്റിക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കുറേ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ബ്ലഷൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് നല്ല ഫേസിലോട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്വന്തം പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഡാസ്ലറിൻ്റെ ഒരു പൗഡറാണ് ഇടുന്നത്. അപ്പോൾ നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലഷ് ഇട്ടാൽ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സ്പൂലി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐബ്രോസൊക്കെ നല്ലതുപോലെ ക്ലിയർ ആയിട്ടിരിക്കും. അതിനുശേഷം നമുക്കൊരു ലിപ് ലൈനറാണ് കേട്ടോ. ഞാൻ ലിപ്പ് ലൈനർ ഫുള്ളായിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഒന്ന് ലോങ് ലാസ്റ്റ് ആയിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് മാമായർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ ഒരു ലിപ്പ് ലൈനർ നമ്മുടെ ലിപ്പൊന്ന് ഷേപ്പായിട്ട് നല്ല അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലിപ്പ് ലൈനർ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ കണ്ണിന് കാജൽ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, 2 കണ്ണും നോക്കുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ കാജൽ നല്ലതുപോലെ അടിയിലും അതുപോലെ മേലെയും നല്ലതുപോലെ നമ്മൾ കാജൽ അപ്ലൈ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ എന്താണ് ഇതിൻ്റെ പേര്, മസ്കാരയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ലാഷസിൽ. അതിനുശേഷം നമ്മുടെ മെയിൻ താരം ഇതാണ് കേട്ടോ, ഗ്ലോയിങ് മേക്കപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലാക്മേയുടെ ലൂമി ക്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഹൈ പോയിൻറ്റ്സിലൊക്കെയാണ് കേട്ടോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്, നമ്മുടെ മേക്കപ്പ് വീഡിയോ ഇവിടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ശേഷം ഹെയർ ഒന്ന് നല്ലതുപോലെ കെട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മുടി കൂടെ ഒന്ന് കെട്ടി വെച്ച് സെറ്റാക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ മുടി കെട്ടിക്കൊടുക്കാം. ഒരു ക്രാബ് വെച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കെട്ടുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റം സിന്ദൂരം തൊട്ട് കൊടുക്കാം. ഇനി നമുക്ക് കമ്മൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു റിംഗ് ടൈപ്പ് കമ്മലാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഒന്ന്
സെറ്റാക്കി കൊടുക്കാം. ഒരു ക്രാബ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയാട്ടോ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെയും നമ്മുടെ ചാനലിനെയും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.